ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വർത്താനം? നമ്മൾ കുറെ കാലമായി വീഡിയോ ഒക്കെ ചെയ്ത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പണിത്തിരക്കൊണ്ടാണ്. ഇപ്പൊ ഏതായാലും കാലൊടിഞ്ഞ് പെരി കുത്തിരിക്കണം. അപ്പൊ വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചു. കാല് കാണുന്നതുകൊണ്ട് മെയിൻ പരിപാടി ഇതാണ്, ഉറങ്ങല്. ഡോക്ടർ പറഞ്ഞിട്ട് നിലത്ത് കാല് കുത്തരുത്, അതുകൊണ്ട് വാക്കർ ഉപയോഗിച്ചേട്ടാ നടക്കല്. പിന്നത്തെ മെയിൻ പരിപാടി ഇതാട്ടോ, കാല് കാണുന്നതുകൊണ്ട് ഉമ്മ അങ്ങനെ കൊണ്ടുവരും ഓരോന്ന് മാങ്ങയേറ്റും ചക്കയേറ്റും. നമ്മൾ സോഫയിൽ കുത്തിരിക്കും വേണ്ടി നമ്മളെ തലമേലെ കൂടെ ഒരു സാധനം അങ്ങനെ പോകും. മാറാലല്ലാത്ത സ്ഥലത്ത് കൂടെ വില മാറാല ഇട്ടെടുക്കണം ഉമ്മാന്റെ പരിപാടി. എന്നിട്ട് കൊയങ്ങി കജ്ജുകാലം വരുത്തങ്ങനെ പറഞ്ഞാൽ നടക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാന്റെ മെയിൻ ആണോ മീൻകാരം. പക്ഷെ ഉമ്മാക്ക് പറ്റിയ മീനൊന്നും അതില്ലോണ്ട് ഇമ്മ ഒന്നും മീനൊന്നും വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കഞ്ഞിനളം കൊണ്ടുപോകണം ചേച്ചി ചോദിച്ചു കാലൊന്നും മാറിയിട്ടില്ലടാ ചോദിച്ചു. ഏതായാലും ഇപ്പൊ ഞാൻ 2 ആഴ്ച പെരി കുത്തിരിക്കണേ. അപ്പൊ മീച്ചും താടിക്കൊന്ന് ഓടിച്ചോണ്ട് സുന്ദരക്കുട്ടപ്പനായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞിപ്പ വരുന്നേ. നമ്മളെ മീച്ചും താടി ഓടിച്ചാൽ കണ്ടോൻ അന്തമുട്ട്. ഈ ചങ്ങായി വന്നാണ്ട് ഇച്ചെടുത്ത മാങ്ങി മുഴുവൻ തിന്നു ഫോണും അങ്ങനെ കളിച്ചു തീർക്കാം. വെറും മിനി മിനിറ്റ് കളിച്ചു തീർക്കുന്ന പരിപാടിയാണ്. ഉച്ചയായപ്പോത്തിന് ഇതാകണം ഇപ്പൊ ചോറ് കഴിച്ചാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ഓട്ടോഷോട്ടിലാണ് പരിപാടി. 10 രൂപ കൊല്ലം ഗൾഫിൽ നിന്ന് ആളെ ഉണ്ട് നമ്മളൊക്കെ നോക്കാൻ വേണ്ടി. നമ്മളേതായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വരട്ടെ. കുളിച്ച് ഫ്രഷ് ആയി വരുന്നതിനൊക്കെ നല്ല പണിയാണ് മക്കളെ. കാൽമ കവറ് കെട്ടിയിട്ട് വേണം കുളിക്കാൻ പോവാന്. മീശിന്റെ താടിയൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ലുക്കായില്ലേ? ഇനിയിപ്പോ ലുക്കായിന്ന് കരുതി നമ്മള്. ഏതായാലും നമുക്ക് ഉച്ച ചോറ് കഴിച്ചാൽ സമയക്കണം. നല്ല പപ്പടോ എന്തൊക്കെ കറി കൊണ്ടുവരണ്ട്. ചോറ് കണ്ടിട്ട് മറ്റേ റീല് ഓർമ്മ വരും. ഓരോ ഏട്ടായിരുന്നു ഇങ്ങനെ വെയിച്ചിന് റീല് കാണില്ലേ? സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ. ചോറ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല. നല്ലൊരു ഉറങ്ങി നമ്മൾ ഒരു 5 മണി വരെ ഉറങ്ങി നീച്ചപ്പോ നമ്മൾ ആദ്യക്കുട്ടം വന്നിക്കണേ. ആദ്യക്കുട്ടം കാര്യമായിട്ട് വരല് മുട്ടായി കേട്ടാ. മുട്ടായി എന്നിട്ട് ചെക്കന്റെ പല്ലൊക്കെ പുയ്പല്ലായിക്കണേ. നമ്മളെ ചെറുപ്പത്തെ പല്ല് പോലെ ഇരിക്കണം അവന്റെ പല്ല്. പെരിയിലിരുന്നതാണ് എന്തെങ്കിലും കാര്യം തിന്നാൻ കിട്ടും. അസറിന്റെ നേരെ നല്ല കട്ടൻ ചായയും ഊട്ടി വർക്ക് ഉണ്ടായി. അതും നിന്നാണ്ട് കാല് നീട്ടി ഇങ്ങനെ കുത്തിരിക്കാൻ സിറ്റൗട്ടില്ല. അതെന്നെ പണി, വേറൊരു പണിയില്ല. ഇപ്പം ഈ ഇലക്ഷന്റെ വാർത്തയും കണ്ട് ഭയങ്കര ചർച്ചയിലാണ്. ആര് ജയിച്ചു ആര് തോൽക്കുന്ന ഒരു ചർച്ചയിലാണ് പോലെ. നാളെ ഞാൻ കോട്ടയം പോണ്ടേ. അപ്പൊ നോക്കെ മക്കളെ, ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. നോക്കെ ബൈ.